ഹലോ, നമസ്കാരം. നമ്മുടെ റീബുക്ക് എഡ്യൂക്കേഷൻ SSLCയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ 10ാം ക്ലാസ്സിലെ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ വെരി ടഫസ്റ്റ് ആൻഡ് എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്ന നല്ല ഒരു ഈസി സിമ്പിൾ ടഫസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിൻസിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. പാർട്ട് 1ഉം 2ഉം 3ഉം നമ്മൾ സെറ്റാക്കി പഠിച്ചു. ഇനി 4ഉം കൂടി സെറ്റാക്കി പഠിച്ച് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്യും. അതിന് ശേഷം നമ്മൾ പാർട്ട് 5ഉം കൂടി എടുത്ത് നമ്മൾ ഒരു വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വീൽസ് എന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ തീർക്കും. ഇന്നത്തോടെ നമ്മൾ ചാപ്റ്റേഴ്സൊക്കെ തീരും. അതിനുശേഷം നാളെ തൊട്ട് നമ്മൾ നാളെ അല്ല, അടുത്ത പാർട്ട് 5th പാർട്ടിൽ നമ്മൾ ഡിസ്കോഴ്സസ് ഒക്കെ ആയിരിക്കും നല്ല പോലെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ SSLC ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 7 മണിക്ക് പറഞ്ഞിട്ട് നമ്മൾ 7:30 ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് എല്ലാവർക്കും വരണ്ട. എല്ലാവരും നമ്മളെ മുസ്ലിം മക്കൾക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചേരൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ചിലപ്പോൾ ചായയൊക്കെ പിന്നീട് കൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 7 മണിന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഹോംവർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ 7:30 ആകുമ്പോൾ നല്ല സുഖമായിരിക്കും. ഓക്കെ, ഞാൻ ഉച്ചയ്ക്കാണ്. ഈ അടുത്ത ക്ലാസ് എനിക്കറിയില്ല. അടുത്ത് നിങ്ങൾക്ക് നാളെ എനിക്ക് തോന്നുന്നു സൗണ്ട് വേവ്സാണ് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് പഠിക്കാം. ജൂൺ 3-ാം തീയതി ആണെന്ന്. ഓക്കെ, വെനസ്ഡേ ആണ്, സെറ്റാണ്. ഓക്കെ, എന്നാൽ ഞാൻ ഒരു കാര്യം പറയാണ്. മാർച്ചിലെ പബ്ലിക് എക്സാം നമ്മൾ തൂക്കും. ഇംഗ്ലീഷ് നമ്മൾ തൂക്കും എന്ന വിശ്വാസത്തോടെ നമ്മൾ തുടങ്ങുകയാണ്. വെൽക്കം ബാക്ക് ടു റീബുക്ക് എഡ്യൂക്കേഷൻസ്. അങ്ങനെ തുടങ്ങല്ലേ. നമ്മുടെ ബാച്ചിലൊന്ന് ജോയിൻ ചെയ്യാൻ നിങ്ങൾ SSLC ഗോൾഡൻ ബാച്ചാണ് നമ്മുടെ അക്കാഡമിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റീബുക്കിൻ്റെ ഏറ്റവും ആദ്യത്തെ ബാച്ചായിട്ടുള്ള ഗോൾഡൻ ബാച്ച് SSLC ഗോൾഡൻ ബാച്ചിൻ്റെ സവിശേഷത നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഓറിയൻറ്റേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സെറ്റാണോ? ഓക്കെ ആണെങ്കിൽ ഇതിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം സാർ എന്നൊരു മെസ്സേജ് ഒന്നുമില്ലേ? ഓക്കെ, കയറണമെങ്കിൽ മക്കളെ ഞാൻ പറയാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾ ഒഫീഷ്യലായിട്ട് കയറണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ഗ്രൂപ്പല്ലല്ലോ, വാട്സപ്പ് കമ്മ്യൂണിറ്റി എല്ലാം ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് പിന്നെ സവിശേഷതകളൊക്കെ നിങ്ങൾക്കൊരിതുണ്ടാവുമല്ലോ. ഓക്കെ, ഇത് നിങ്ങളുടെ ടൈം ടേബിളാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് നിങ്ങളുടെ ടൈം ടേബിൾ. ഓക്കെ, ഒരു മിനിറ്റ്. ഒഫീഷ്യലായിട്ട് കയറണമെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനലും കമ്മ്യൂണിറ്റിയും വാട്സപ്പ് ചാനലിൽ ഫോളോ ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ ഡൗട്ട് ക്ലിയറിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും നമ്മൾ തീർത്ത് തരുന്നതായിരിക്കും. ഓക്കെ ആണോ? സെറ്റാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ഓക്കെ ആണെങ്കിൽ നമ്മൾ വാട്ട് ഈസ് അവർ പ്ലാൻ? ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണ്? നമ്മൾ 1, 2, 3 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ പ്ലാൻ വെച്ചാണ് പഠിച്ചത്. ഇനി ആദ്യമായിട്ട് കാണുന്ന കുട്ടികളോട് എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്. 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പാർട്ട് കണ്ടവർ മാത്രം ഈ പാർട്ട് കാണാം. ഓക്കെ, 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പാർട്ട് കണ്ടവർ മാത്രം ഈ ഇത് കാണുക. കാരണം നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ റാപ്പിഡ് ഫയറാണ്. അഥവാ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് പൊളിയാണെന്ന് പറഞ്ഞ റാപ്പിഡ് ഫയറിലെ 2 ക്വസ്റ്റ്യനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസാണ് ഇട്ടത്. ഈ വീഡിയോയിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസാണ് ഇടുന്നത്. സാരെല്ലാം സോ മോർ ക്വസ്റ്റ്യൻസ് പ്ലീസ് സാർ. ഓക്കെ, നമുക്ക് നാളെ അടുത്ത പാർട്ട് ലൈവിൽ അടുത്ത പാർട്ട് ലൈവിൽ പാർട്ട് 2 അല്ല,
പാർട്ട് 5 ലൈവിൽ നമുക്ക് കുറച്ച് കൂടുതൽ റാപ്പിഡ് ഫയർസ് ആയിട്ട് നമ്മൾ സെറ്റാണ്. ഓക്കെ 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 ആണ് ഓക്കെ ഓക്കെ. ക്വിക്ക് റീക്യാപ്പ് സെഷൻസ്, അത് നമ്മൾ റീക്യാപ്പ് ചെയ്യുന്നത് ഇതിലൂടെ ആയിരിക്കും. സെക്ഷൻസ് റിവിഷൻ നോട്ടുകളിലൂടെ ആയിരിക്കും. 1, 2, 3 സെക്ഷൻസിലെ റിവിഷൻ നോട്ടുകൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ തരും. ഓക്കെ, ഇനി നമ്മുടെ നോട്ടൊക്കെ PDF ആയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും കേട്ടോ. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ. ഓക്കെ, അപ്പോൾ അടുത്തത് വേർഡ് ബൈ വേർഡ് എക്സ്പ്ലനേഷൻ. ഇന്നത്തോളം നമ്മൾ ചാപ്റ്റർ തീർക്കും. വേർഡ് ബൈ വേർഡ് എക്സ്പ്ലനേഷനോട് പിന്നെ ഗ്ലോസറീസ് അഥവാ മീനിങ്സ്. പിന്നെ നിങ്ങൾക്ക് കോമ്പറേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അഥവാ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ്. എന്താണ് നമുക്ക് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിൻസ് പാർട്ട് 4. ലെറ്റ്സ് ഗോ ടു റാപ്പിഡ് ഫയർ. നമ്മൾ റാപ്പിഡ് ഫയറിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റാപ്പിഡ് ഫയറിലെ ഫസ്റ്റ് സംശയമില്ലല്ലോ. Why did the angel take no part in his act? Why did the angel take no part in his own act? അഥവാ എന്താണ് നമ്മുടെ ഏഞ്ചൽ എന്താണ് നോ പാർട്ട് ഓൺ ആക്ട്? അവരുടെ ആക്ട് എന്തായിരുന്നു? ഹി വാസ് ഹാംഗ്രി. ഹാംഗ്രി ആയിരുന്നു. അഥവാ ഹി ഡിഡ് നോട്ട് കെയർ അബൌട്ട് ഹിസ് വാട്ട് ഹാപ്പൻ. പുള്ളിക്കാരനൊന്നും അറിയില്ല. അഥവാ ഇത് എന്ത് നടക്കണേ, ഇതെന്താണ്, ഇവിടെ എന്ത് സംഭവിക്കണം, അതൊക്കെ അറിയില്ല. ഹി വാണ്ട് ടു റൺ എവേ, അത് ഓടിപ്പോകാൻ ശ്രമിച്ചു. ഹി വാസ് ടോക്കിംഗ് ടു പീപ്പിൾ. ഓക്കെ, ഏത് ഓപ്ഷനാണെന്ന് ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. ഏത് ഓപ്ഷനാണെന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. സാർ നല്ല മഴയുണ്ട്. മഴയോ? ഇവിടെ മഴ ഉണ്ട്. ഓക്കെ, മഴയൊക്കെ വീണു. ഇനിയിപ്പോൾ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിക്കും. നിങ്ങൾക്ക് റെഡ് അലേർട്ടൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പ്രഖ്യാപിക്കും. അപ്പോൾ പിന്നെ അവധിയാവും. പിന്നെ നമുക്ക് ക്ലാസ്സുകൾ കൂടി കിട്ടും. ഓക്കെ, അവധിയുള്ള ദിവസങ്ങളിൽ 2 ക്ലാസ്സുകളുണ്ടാവും, അല്ലെങ്കിൽ 3 ക്ലാസ്സുകളുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് സിസ്റ്റം പോകുന്നത്. ഓക്കെ, സെറ്റാണ്. ഓക്കെ 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 എ ഓക്കെ ബി 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 സി സി ബി ഓക്കെ. കൂടുതൽ പേരും ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എയും സിയും പറയുന്നവരുണ്ട്. ഓക്കെ, സി ആണ് കൂടുതൽ പേരും പറഞ്ഞത്. ഓക്കെ, സി ആണ് ആൻസർ. ഓക്കെ, എ അല്ല. അഥവാ പുള്ളിക്കാരൻ ഹാൻഡിൽ ഒന്നാവില്ല, പുള്ളിക്കാരൻ ഓടിപ്പോകാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ആൾക്കാരോടൊന്നും സംസാരിക്കാത്ത തന്നെ അവർക്കൊരു പ്രശ്നമാണ്. ഓക്കെ, ആരോട് സംസാരിക്കാതെ സിറ്റിംഗ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ നമ്മുടെ ഓൾഡ് മാൻ കിടക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഞാൻ വീഡിയോ ഇനിയിപ്പോൾ കാണാത്തവരാണ് ഈ മെസ്സേജ് ഇടുന്നതെങ്കിൽ അതൊന്ന് പോയി കാണുക. ഓക്കെ പ്ലീസ്, അത് 1, 2, 3 കാണാത്തവർ ഇത് കാണുക. ഓക്കെ, അത് 3 കണ്ടിട്ട് മാത്രം വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Why do people continue to trouble the angel even when he was patient? പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് രോഗി എന്നല്ല, എന്താണ്, ക്ഷമാന്നാണ്. ഓക്കെ, ക്ഷമാന്നാണ്. ഇത്രയും എന്താണ് ആ പീപ്പിൾ അവരോട് അഥവാ ഏഞ്ചലിനോട് ഇത്രയും ട്രബിളായിട്ട് പെരുമാറിയിട്ടും പുള്ളിക്കാരൻ പേഷ്യൻ്റ് എന്താണ് ചെയ്യുന്നത്? ദേ ഹേറ്റ് ഹിം. അവർ നമ്മുടെ ഓൾഡ് മാനെ ഹേറ്റ് ചെയ്തു. ഓക്കെ, ദേഷ്യപ്പെട്ടു, അഥവാ ഹേറ്റ് ആക്കി അങ്ങനെ. ഓക്കെ, ഇനി ദേ തിങ്ക് ഹി വിൽ റിയാക്ട്. അവർ വിചാരിച്ചു ഇയാളെ റിയാക്ട് ചെയ്യും. ദേ ആർ ക്രൂഷ്യലി ആൻഡ് സെൽഫിഷ്. അവർ ക്രൂഷ്യൽ ആണ്, സെൽഫിഷാണ്. ദേ വാണ്ട് ടു ഹെൽപ്പ്.
അവർ വിചാരിച്ചു ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലേതാണ് നടന്നത്? സാർ മഴ കനക്കുന്നു, അവധി കിട്ടുമോ? അവധിയൊക്കെ കിട്ടൂടാ. കിട്ടും കുറേ കിട്ടും. അവധിയൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, ഈ അവധിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്കൂൾ തുറന്നിട്ട് 3 ദിവസം. എന്തൊക്കെ നിങ്ങൾ പഠിച്ചു? സ്കൂൾ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? അങ്ങനെ പോകുന്നു സാർ. ഇതൊക്കെ ആരാ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് കമൻസ് ഒക്കെ ഇടുന്നത്? ഓക്കെ കൂടുതൽ പേര് സി ആണ് ഓപ്ഷൻ പറയുന്നത്. അങ്ങനെ സി ആണടാ ശരിക്കുള്ള ഉത്തരം സി ആണ്. ഓക്കെ, എ അല്ല, ബി അല്ല, ഡി അല്ല, പിന്നെ ഏതാണ്? സി ആണ്. അപ്പോൾ ഓക്കെ, സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഷോ വി ബിഗിൻ എന്നാൽ നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസാണ് തീർന്നു. ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് റീക്യാപ്പ്. നമുക്കൊന്ന് റീക്യാപ്പിലേക്ക് പോവാം. ഫസ്റ്റ് നോട്ടിൻ്റെ റീക്യാപ്പ്. ഓക്കെ, ഫസ്റ്റത്തെ റിവിഷൻ നോട്ടാണിത്. നോക്കാം. പാർട്ട് 1 റിവിഷൻ നോട്ട്. ഒക്കെ എഴുതിയെടുക്കുക. ഓക്കെ, ഇത് എഴുതിയെടുത്തവർ വേണ്ട, അല്ലാതെ ഇനിയിപ്പോൾ അതേ ഫസ്റ്റും സെക്കൻഡും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. ഓക്കെ, അതുകൊണ്ട് കാണണമെന്നുള്ളവർ കണ്ടാവും. ഓക്കെ, one day Pelayo saw a very old man with enormous wing his had. അഥവാ ഒരു ദിവസം നമ്മുടെ പെലയോ ആരെ കണ്ടു? തൻ്റെ മുറ്റത്ത് വെച്ച് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സിനെ കാണുകയാണ്. ഈ എനോർമസിൻ്റെ അർത്ഥം വെരി യൂജ് എന്നാണ് കേട്ടോ. വെരി യൂജ് എന്നാണ്. അപ്പോൾ തൻ്റെ മുറ്റത്ത് വെച്ച് ഒരാളെ കാണുകയാണ്. ദ മെയിൻ ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. തൻ്റെ ഫേസ് ഈ ചെളിയിൽ പൂണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖമൊന്നും കാണാൻ പറ്റില്ല. ദ ഓൾഡ് മാൻ നോട്ട് ഗെറ്റ് ബിക്കോസ് ഹിസ് എനോർമസ് വിൻസ് ബ്ലോക്ക്ഡ് ഹിം. എനോർമസ് വിൻസ് തന്നെ ബ്ലോക്ക്ഡ് ചെയ്യാണ്. പെലയോ കോൾഡ് എലിസൻഡ. തൻ്റെ വൈഫായ എലിസൻഡിനെ പെലയോ വിളിച്ചു. ഇനി ഓൾഡ് മാൻ എങ്ങനെയായിരുന്നു കാണപ്പെട്ടത്, ഡ്രസ്സ് ചെയ്തത്? ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഡ്രസ്ഡ് ലൈക്ക് റാക്ക് പിക്കർ. റാക്ക് പിക്കറിനെ പോലെയായിരുന്നു. റാക്ക് പിക്കർ മീൻസ് ആക്രിക്കാരൻ. റാക്ക് പിക്കർ മീൻസ് നമ്മുടെ ആക്രിക്കാരനെ പോലെയായിരുന്നു. പിന്നെ ഓൺലി ഫ്യൂ ഫേഡഡ് ഹെയർസ് ആൻഡ് വെരി ഫ്യൂ ടീത്ത്. അഥവാ കുറച്ച് മുടിയും കുറച്ച് പല്ലുകളൊക്കെ ആയിരുന്നു പുള്ളിക്കാരനൊക്കെ. പിന്നെ പുള്ളിക്കാരനെ കാണാൻ കുറച്ച് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ പോലെയായിരുന്നു. ഭയങ്കര വയസ്സായിരുന്നു. പിന്നെ ഹിസ് ഡേട്ടി, കുറച്ചും കൂടി അഴുക്ക് പിടിച്ചായിരുന്നു. പിന്നെ ഹാഫ് പ്ലക്ക്ഡ് വിൻസ്, കുറച്ച് മുറിഞ്ഞ വിൻസൊക്കെ ആയിരുന്നു. വേർ എൻറ്റാൻഡഡ് ഇൻ മഡ്. എൻറ്റാൻഡഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ട്രാപ്ഡ് എന്നാണ്. എന്താണ്? ട്രാപ്ഡ് എന്നാണ്. ഇതൊന്നും മറന്നു പോകാതിരിക്കാനാണ് നിങ്ങളെ പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്. ഇനി റിവിഷൻ നോട്ട് 2 അഥവാ 2 പാർട്ടിൻ്റെ 2ാമത്തെ പാർട്ടിൻ്റെ റിവിഷൻ നോട്ട്. ദ ഓൾഡ് മാൻ സ്പോക്ക് ഇൻ അൺകോൺസബിൾ ഡയലക്റ്റ്. അഥവാ അൺലോൺ ലാംഗ്വേജ് ആണ് ഈ നമ്മുടെ ഓൾഡ് മാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്ത് ലാംഗ്വേജാണ്? അൺലോൺ.
അൺനോൺ ലാംഗ്വേജ് ആണ്. അപ്പോൾ പെലയോ ആൻഡ് എലിസൻഡ തോട്ട് ഹി വാസ് എ കാസ്റ്റവേ. അഥവാ ഈ പെലയോ എലിസൻ്റെയും അങ്ങോട്ട് ക്ലെയിം ചെയ്യുകയാണ് ഇയാളൊരു കാസ്റ്റവേ ആയിരിക്കും. ബട്ട് ദയർ നെയ്ബർ, അവരുടെ അയൽവാസി, നെയ്ബർ മീൻസ് അയൽവാസി പറഞ്ഞു, സേഡ് ഹി വാസ് ആൻ ഏഞ്ചൽ, ഇതൊരു ഏഞ്ചലാണ്. ഷീ സെഡ് ഹി കേം ഇൻടു ദെയർ സിക്ക് ചൈൽഡ്, അവരുടെ സിക്ക് ചൈൽഡിന് വേണ്ടി, അഥവാ കൊച്ചിന് വേണ്ടിയിട്ടാണ് വന്നത്. നമുക്ക് കൊച്ചിനൊരു പേരിടാം, കാരണം കൊച്ചിൻ്റെ ബയോഗ്രഫിയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കൊച്ചിനെ നമുക്ക് സുബ്രൂട്ടൻ എന്ന് പേരിടാം. ഓക്കെ, സുബ്രൂട്ടൻ. അപ്പോൾ ചൈൽഡിൻ്റെ പേര് ഓർത്ത് വെച്ചോളാം. നമ്മൾ വെറുതെ ഇടണം കേട്ടോ, ശരിക്കുമുള്ള സുബ്രൂട്ടനല്ല. സുബ്രൂന്നില്ലേ, സുബ്രൂട്ടൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊച്ചിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, സുബ്രൂട്ടൻ. ഓക്കെ, നമ്മൾ വെറുതെ ഇട്ടതാണ്, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, നമ്മൾ വെറുതെ ഇട്ടതാണ് സുബ്രൂട്ടൻ. അപ്പോൾ നമ്മുടെ സുബ്രൂട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റെയിൻ കാരണം ആരാണ് ഈ ഓൾഡ് മാൻ നിലത്തേക്ക് വീണു എന്നാണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഡേ എല്ലാവരും, അഥവാ ഹിയർ എബൌട്ട് ദ ഏഞ്ചൽ, എല്ലാവരും ഈ ഏഞ്ചലിനെ കുറിച്ച് അറിഞ്ഞു. പെലയോ പുട്ട് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്, അഥവാ ചിക്കൻ കൂപ്പിലേക്ക് എന്ത് ചെയ്തു, അടച്ചു. പെലയോ ചിക്കൻ കൂപ്പിലേക്ക് ആരെ അടച്ചു? നമ്മുടെ ഓൾഡ് മാനെ അടച്ചു. ഇനി അടുത്ത ദിവസം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സൂൺ ദ ചൈൽഡ് ഫെൽ ബെറ്റർ, അഥവാ നമ്മുടെ സുബ്രൂട്ടൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. എന്താണ് സുബ്രൂട്ടൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. പെലയോ ആൻഡ് എലിസൻഡ ഡിസൈഡഡ് ടു സെൻഡ് ദ ഏഞ്ചൽ എവേ ഇൻ ബോട്ട്. ഒരു ബോട്ടിൽ കയറ്റി നമ്മുടെ ഏഞ്ചലിനെ പറഞ്ഞു വിടാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. പക്ഷേ അവിടെ എന്ത് നടക്കുന്നു? അവിടെ ഒരു വലിയ ട്വിസ്റ്റ് നടക്കുന്നു. ഇനി ഞങ്ങളുടെ ട്വിസ്റ്റുകളുടെ പൂരമായ ഓക്കെ. അപ്പോൾ നമ്മൾ റിവിഷൻ 3 അഥവാ റിവിഷൻ നോട്ടിൻ്റെ പാർട്ട് 3ലേക്ക് വരുമ്പോൾ, ബട്ട് നെക്സ്റ്റ് ഡേ മെനി പീപ്പിൾസ് കെയിം ടു സീ ഓൾഡ് മാൻ ലൈക്ക് വാസ് സർക്കസ് ആനിമൽ. എന്താണ്, അടുത്ത ദിവസം നമ്മുടെ ഓൾഡ് മാനെ കാണാൻ കുറേ ആൾക്കാർ വന്നു. പക്ഷേ ഒരു സർക്കസ് ആനിമലിനെ പോലെ പുള്ളിക്കാരനെ കണ്ടു. അഥവാ അവരൊരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറിനെ ഇതുവരെ കണ്ടിട്ടില്ല. അവർ ഇവരെ ട്രാവലിംഗ് ഷോസൊക്കെ നടക്കാറുണ്ട്, അതേപോലത്തെ ഒരു മാജിക്കലൊക്കെ ആണെന്ന് അവർ വിചാരിച്ചത്. അഥവാ ഇവരൊരു വലിയ മാജിക്ക് ചെയ്യും, അത് നമ്മൾ കാണുന്ന ഇതൊക്കെ വെറുതെയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, പെലയോ ആൻഡ് എലിസൻഡ ബിൽറ്റ് സ്മോൾ ഫ്രഞ്ച്, അഥവാ ഒരു ചെറിയൊരു വെയിൽ കിട്ടി. They asked people to pay money to see angel. എന്ത് ചെയ്തു? പീപ്പിളിനോട്, അഥവാ നമ്മുടെ ആൾക്കാരോട്, നമ്മുടെ ആരെ കാണാൻ, ഏഞ്ചലിനെ കാണാൻ പൈസ ഈടാക്കി തുടങ്ങി. പെലയോ എലിസൻ്റെയും പൈസ ഈടാക്കി തുടങ്ങി. ദ ഏഞ്ചൽ ഡിഡ് നോട്ട് പെർഫോം എനി മിറാക്കിൾസ്, അഥവാ ഏഞ്ചൽ വെറുതെ കുത്തിയിരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. വെറുതെ കുത്തിരിക്കുക, വെറുതെ ഇങ്ങനെ ഇരിക്കുക, എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് ഈ നടക്കുന്നത്? എവിടെയാണ് നടക്കുന്നത്? എന്താണ്? ഹി ലീവ്ഡ് കൊല്ലി ഇൻ ദ കൂപ്പ്. പുള്ളിക്കാരൻ വെറുതെ ഇങ്ങനെ താമസിക്കുന്ന ആ കൂപ്പ് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ആൾക്കാരെന്താണ് ചെയ്യുന്നത്? ആൾക്കാർ ഇവർ കുറേ
എന്ത് ചെയ്യാണ്, മിസ്ട്രീമിങ് ചെയ്യാണ്, മെൻറ്റ് ചെയ്യാണ്. ഹി വാസ് വെരി പേഷ്യൻ്റ്. അപ്പോൾ വളരെ ക്ഷമയുടെ നെല്ലിപ്പലക വരെ കടന്നിട്ടാണ് പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നത്. എന്നിട്ടും പുള്ളിക്കാരനെ എന്ത് ചെയ്യാണ്, വിടുന്നില്ല ഇവർ. പീപ്പിൾ ട്രീറ്റഡ് ഹിം ബാഡ്ലി, വളരെ ബാഡ്ലി ആയിട്ടാണ് പുള്ളിക്കാരനെ ഇത് ചെയ്യുന്നത്. അഥവാ മൗത്ത് ബോൾസ് തിന്നാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ്. മഡ് ബോൾസ് മീൻസ് പാറ്റ പുളിയ. ഹെൻസ് പെഗ് ഹിം, അഥവാ പെഗ്ഡ് എന്ന് പറഞ്ഞാൽ കൊത്തുക, ഹെൻസ് അഥവാ കോഴികൾ കൊത്തുന്നുണ്ട്. പീപ്പിൾ പുൾഡ് ഹിസ് ഫെദേഴ്സ്, അഥവാ പീപ്പിൾ അവരുടെ രോമങ്ങൾ, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ രോമല്ലല്ലോ, ഫെദേഴ്സ് അഥവാ തൂവലുകൾ, നമ്മുടെ ചിറകിലുള്ള തൂവലുകൾ പറിച്ചെടുക്കുന്നു. പിന്നെ സം പീപ്പിൾസ് ത്രോ സ്റ്റോൺസ് ഹിം, അഥവാ കുറച്ച് ആൾക്കാർ അവരെ കല്ലെടുത്തെറിയും. ഇത്രയും ക്രൂരതയാണ് ആ ഒരു മനുഷ്യനോട് എല്ലാവരും ചെയ്യുന്നത്. അഥവാ കല്ലൊക്കെ എടുത്തെറിക്കുക. എന്തും മനസ്സുകളെ കിട്ടുന്നത് ഈ സൈക്കോളാണ് ഇതൊക്കെ ചെയ്യുക അല്ലേ. ഇങ്ങനെ സൈക്കോളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക. ഞാൻ കേട്ടിട്ടുണ്ട് സൈക്കോള്. എന്നാൽ ലെറ്റ്സ് കണ്ടിന്യൂ. എന്നാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. വേർഡ് ബൈ വേർഡ് എക്സ്പ്ലനേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ആരും ഒരു ഇതുമില്ല, അഥവാ മണ്ടന്മാരായിട്ടിരിക്കരുത്. നമ്മൾ തുടങ്ങുകയാണ്. ഇറ്റ്സ് സോ ആപ്റ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് arrived in town a traveling show. അപ്പോൾ കുറച്ചായിട്ട് ഒരു പരസ്യം കേൾക്കുന്നുണ്ട് എല്ലാവരും. അവിടെ ഒരു ട്രാവലിംഗ് ഷോ നടക്കാൻ പോവുകയാണ്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഒരു വുമനാണ്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൻ ഹു ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ ദ ബെസ്റ്റ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അഥവാ മിന്നലടിച്ച ശേഷം എന്ത് ചെയ്തു, ഒരു സ്പൈഡർ വുമനായ ഒരു പെണ്ണിൻ്റെ കഥയുമായിട്ട് അവരൊരു ട്രാവലിംഗ് ഷോ നടത്തുകയാണ്. അഥവാ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു തെരുവ് സർക്കസൊക്കെ പോലെ ഇതൊക്കെ ഇങ്ങനെ അവർ ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷെ നാട്ടുകാരിത് ഒറിജിനൽ എന്നൊക്കെ വിചാരിച്ച് അവിടെ പോയിട്ട് എന്ത് ചെയ്യും, എന്താ ഇപ്പം നിനക്ക് ഇപ്പം പറ്റിയേ അതൊക്കെ ചെയ്യില്ലേ. ദ ഗ്യാദർ അഡ്മിഷൻ ഫ്രീ സീ ഹെർ വാസ് ലെസ് ദാൻ ഫീ ഓഫ് ദ എന്താണ് ഏഞ്ചൽ. അഥവാ ഇവിടെ 3 സെൻറ്റാണ് അഡ്മിഷൻ ഫീ. പക്ഷേ അവിടെ എത്ര സെൻറ്റാണ്? 5 സെൻറ്റായിരുന്നു. ക്ലാസ്സല്ലേ ഇത്? അത് ഇംഗ്ലീഷല്ലേ? ഇംഗ്ലീഷ് പഠിക്കല്ലേ? പഠിച്ചതിനൊരു ക്ലാസ്സുണ്ട്. അതാണോ ഇത്? പഠിക്കല്ലേ അമ്മ? ഇത് പഠിക്കലല്ലേ? ഉറപ്പ് പറഞ്ഞു കൊടുക്കേ. നമുക്ക് ആ ഒരു ലെവല് കത്തിക്കില്ല. അപ്പോ സോ ദ പീപ്പിൾസ് ഫ്ലോക്ക്ഡ് ദെയർ സീ, അഥവാ പുള്ളിക്കാരത്തിനെ കാണാൻ. അഥവാ ഈ ഫീസും കുറവാണ് നമ്മുടെ ഏഞ്ചലിനെക്കാട്ടും. അതുകൊണ്ട് ആ ഒരു സ്പൈഡർമാൻ എല്ലാവരും പോവാണ്. ഓൾ പെർമിറ്റഡ് സോ ആസ്ക് ഹെർ ഓൾ മാനർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹെർ ഹസ്ബൻഡ് സ്റ്റേറ്റ്. അമ്മ ഈ ഒച്ച ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയായിട്ട് എനിക്കറിയാം, പക്ഷേ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അഥവാ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അവരോട് ചോദിക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ട്. അഥവാ എനിക്കിപ്പോൾ എന്താ പറ്റിയ മോളെ, അഥവാ ഇതേപോലെ സ്പൈഡർമാനായിട്ടൊക്കെ നടക്കാൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാനുള്ള എന്താണ് റൈറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അഥവാ പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നേക്കാണ്. വൈ ഡു മോർ പീപ്പിൾ ഫോക്ക് ടു സീ ഹ്യൂമൻ ഫെദർ ദാൻ ദ ഓൾഡ് മാൻ? ഇടയ്ക്ക് എന്തോ ഒരു ഇതുണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ്റെ അതിൻ്റെ ആൻസറാണിത്. പീപ്പിൾ preferred the because she
വാസ് ഷീ ഈസ് എ ചീപ്പർ, അതോ ചീപ്പറാണ് പുള്ളിക്കാരത്തി. പിന്നെ ഹെർ സ്റ്റോറി വാസ് മോർ ഇൻട്രസ്റ്റിംഗ്, അഥവാ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അത് മിന്നലടിച്ചിട്ടൊക്കെ ഇങ്ങനെ സൂപ്പർ ഒരു സ്പൈഡർ വുമണൊക്കെ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ. ദേ വാസ് ടോക്കിംഗ് ടു ദ ഹെർ, അഥവാ നമുക്കത് സംസാരിക്കാൻ പറ്റും. പക്ഷേ എന്താണ്, ഏഞ്ചൽ അങ്ങനെയല്ല, നമ്മുടെ ഓൾഡ് മാൻ എന്താണ് അങ്ങനെയല്ല, നമ്മുടെ ഏഞ്ചൽ അങ്ങനെയല്ല. കാരണം പുള്ളിക്കാരൊന്നും സംസാരിക്കുന്നില്ല, ഒരു സ്റ്റോറി ഇല്ല. പിന്നെ കുറച്ച് 5 സെൻറ്റ് കൂടുതൽ, 5 സെൻറ്റാണ്, ഇവിടെ 3 സെൻറ്റാണ്. ഓക്കെ, അവിടുത്തെ പൈസയുടെ കണക്കാണ് കേട്ടോ, നമുക്കൊന്നും അറിയില്ല. അവിടുത്തെ പൈസയുടെ കണക്കാണ് ഈ സെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ എന്തോ കണക്കാണ്. ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ ഇനി ദ ഓണേഴ്സ് എന്താണ്, ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഓർ ഈസ് എ ലാൻഡ്, അഥവാ അവിടുത്തെ ഓണേഴ്സ്, ഈ ഒരു വീട് ആരുടെയാണ്? എൻ്റെ പൊന്നു മക്കളെ, അത് ഞാൻ പറഞ്ഞുതരാം. ഒയ്യോ, അതെന്തത്, എന്താ അത്? കിടക്കി വെച്ചെന്തോ പോയിട്ടി. ഓക്കെ, ഈ വീട് നമ്മുടെ പെല്ലയോടെയാണ്. അതെങ്ങനെ കിട്ടിയെന്ന് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, കണ്ടവർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, വിത്ത് ദ മണി ആൻഡ് സേവ്ഡ് ദ ബിൽഡ് 2-story mansion ആൻഡ് ദ ബാൽക്കണി ആൻഡ് ഗാർഡൻസ്, അഥവാ അവർ സ്റ്റോർ ചെയ്ത പൈസ. ഇപ്പം ഞാൻ പറഞ്ഞു. ഓക്കെ, അതേ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ ഇവർ കിട്ടിയ പൈസയൊക്കെ റൂമിൽ ശേഖരിച്ച് വെച്ചു. റൂം നിറഞ്ഞു ഒരു 5 ദിവസം കൊണ്ട്. ഓക്കെ, അല്ല, ഒരാഴ്ച കൊണ്ട് ആ റൂം ഫുള്ള് നിറഞ്ഞപ്പോഴേക്കും എന്തായി, സ്വാഭാവികമായിട്ടും ഒരു മാൻഷൻ വാങ്ങിച്ചു. ദാറ്റ്സ് ഓക്കെ, മാൻഷൻ ഉണ്ടാക്കി. ഓക്കെ, ഇറ്റ് ഓൾസോ 2 നിലയുള്ള മാൻഷനാണ്. ഇറ്റ് ഓൾസോ ഹൈ നീഡ് ടു ക്രാബ്സ് ഗെറ്റ് ഔട്ട് ദ വിൻ്റർ, അത് വിൻ്റർ സമയത്ത് ക്രാബ്സ് കയറാതിരിക്കാൻ, അഥവാ ഞണ്ടുകൾ കയറാതിരിക്കാൻ നെറ്റുകൾ വിരിച്ചിട്ടുണ്ട്. അഥവാ ഈ സോർ ബാർസ് കൊണ്ട് വിൻഡോസും, പിന്നെ ഏഞ്ചൽ പുറത്തേക്ക് പോകാതിരിക്കാനും. പെലയെ ഓൾസോ സെറ്റപ്പ് റാബിറ്റ് ഗീവ് അപ്പോൾ അങ്ങനെ പെലയോ എന്ത് ചെയ്തു, അവരുടെ നല്ല ജോലിയായ ബേ ലീഫ്, ഗുഡ് ജോബായിരുന്ന ബേ ലീഫ് വിട്ടു. കാരണം ഇത്ര പണക്കാരായ ആരെങ്കിലും മക്കളെ ഈ ഒരു ബേ ലീഫായിട്ട് ഇനിയിപ്പോൾ ജോലിക്ക് വിടും? പണക്കാരായില്ല അവർ. അപ്പോൾ എലിസൻ്റെ ബ്രോട്ട് സം സ്കിറ്റി അപ്പം വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ് ഫോർ ഇൻസിഡൻറ്റ് സ്കിൽ. അഥവാ ഇവർ ഇപ്പോൾ പണക്കാരായതുകൊണ്ട് തന്നെ നല്ല ഹീൽസ്, ചെരുപ്പും നല്ല സിലിക്കനായിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇപ്പോൾ അവരിടുന്നത്. ഓക്കെ, അപ്പോൾ ദ ചിക്കൻ കൂപ്പ് വാസ് ഓൺലി തിങ് ഇറ്റ് നോട്ട് റിസീവ്ഡ് എനി അറ്റൻഷൻ. ആ ഒരു വലിയ മാളിക അവിടെ ഉണ്ടെങ്കിലും ആ താഴെ ഇരിക്കുന്ന ആ ചിക്കൻ കൂപ്പിലേക്ക് ആരുടെ അറ്റൻഷൻ ഇപ്പോൾ ഇല്ല. അഥവാ ഒരു കാലത്ത് നല്ല ഒരു വരുമാനം ഉണ്ടാക്കി തന്ന ഈ ഒരു ചിക്കൻ കൂപ്പിലേക്ക്, അഥവാ ആ ഓൾഡ് മാനെ ശ്രദ്ധിക്കാൻ ആർക്കും നേരമില്ല. ഓക്കെ, ദ ടഗ് ചീപ്പ് ടച്ച്ഡ് ഫ്രം കൂപ്പ് വാസ് ടേൺ ദ ന്യൂ ഹൗസ് ഇൻ ടു ഓൾഡ് വൺ. അഥവാ എന്താണ് ഇവിടെ, എന്താണ്, ഈ കോഴിയുടെ കാഷ്ടമൊക്കെ നിറഞ്ഞ ആ കൂപ്പ് എന്തായിരിക്കുന്നു, പഴയതായിരിക്കുന്നു. കോഴിയുടെ കാഷ്ടമൊക്കെ കടന്ന് അത് നിറഞ്ഞ് കണ്ടോ, അതിൽ നിന്നൊക്കെ മണം വരുന്നുണ്ട്. അപ്പോൾ ആ വീട് പുതിയതാണെങ്കിലും അതിനെ പഴയതാക്കുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ, അത്
ചിക്കൻ കൂപ്പാണ്. ഓൾഡ് മാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചിക്കൻ കൂപ്പാണ്. അത് ചിക്കൻ കൂപ്പ്. അത് ചിക്കൻ കൂപ്പാണ്. പിന്നെ അടുത്ത ലൈൻ. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക്. അഥവാ നമ്മുടെ സുബ്രൂട്ടൻ, നമ്മളന്ന് പേരിട്ട് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പേരിട്ട് എന്താണ്? സുബ്രൂട്ടൻ എന്നല്ലേ നമ്മൾ നേരത്തെ പേരിട്ടത്? എവിടെയായിരുന്നു? അതെ, നമ്മുടെ സുബ്രൂട്ടൻ നടക്കാൻ പ്രായമായി. നമ്മുടെ സുബ്രൂട്ടന് നടക്കാൻ പ്രായമായി. അപ്പോൾ ഇവൻ പയ്യെ നടന്ന് വീട്ടിലേക്കൊന്നല്ല പോകുന്നത്, തൻ്റെ രോഗം മാറ്റിയ ആ ഒരു ഏഞ്ചലിനെ കാണാൻ വേണ്ടി കൂപ്പിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് കഥയായിട്ട് പറയുമ്പം ഇതാണ്, ബട്ട് ദേ ആർ ബീൻ ക്ലോസ് ഫെയർ വിത്ത് ദ സ്മെൽ, യൂസ് ടു ദ സ്മെൽ. അഥവാ അവിടെ ഭയങ്കര സ്മെല്ലാണ്, കാരണം ഈ കോഴിയുടെ കാഷ്ടമൊക്കെ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. ബിഫോർ ചൈൽഡ് ദ സെക്കൻഡ് ടീത്ത്. അഥവാ നമ്മുടെ സുബ്രൂട്ടിന് രണ്ടാമത്തെ പല്ലു. അതുവരെ അവിടേക്ക് നടക്കുള്ളായിരുന്നു, പക്ഷെ സുബ്രൂട്ടിന് രണ്ടാമത്തെ പല്ല് വന്നപ്പോൾ ഹി ഗോൺ ഇൻസൈഡ് ദ കൂപ്പ് ടു പ്ലേ വാസ് ദ വയേഴ്സ് ഫോളിങ് എ പാർട്ട്. അഥവാ അവിടെ വയർ ഫോൾ ചെയ്ത പാർട്ടിയിൽ കൂടെ അവൻ ഉള്ളിൽ കയറി അതിൻ്റെ അകത്തിരുന്ന് കളിക്കാൻ തുടങ്ങി. അത് ചിക്കൻ കൂപ്പിൻ്റെ അകത്ത് ഇരുന്ന് കളിക്കാൻ തുടങ്ങി. 2 പല്ല് തന്ന സമയത്ത് ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് സെയിം ടൈം. അഥവാ ഇവർക്ക് 2 പേർക്കും ഒരുമിച്ച് ചിക്കൻ പോക്സ് എന്ന രോഗം പിടിപെട്ടു. ഓക്കെ, ചിക്കൻ ബോക്സ് അല്ല, ചിക്കൻ പോക്സ്. അതൊരു രോഗമാണ് കേട്ടോ, അതൊരു ഡിസീസാണ്. ഓക്കെ, അതാരും ചിക്കൻ ബോക്സ് എന്ന് വായിക്കരുത്, ചിക്കൻ പോക്സ്. ഓക്കെ എന്നാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ പോക്സ് എന്നാൽ എന്താ? സാധാരണ നമ്മുടെ പെലയോ ആരെ വിളിക്കും? ഡോക്ടറിനെ വിളിക്കും. അപ്പോൾ ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം. സാർ ഇപ്പോൾ ക്ലാസ് കഴിയുമോ? കുറച്ചും കൂടി ഉള്ളൂടെ, സ്ലൈഡൊക്കെ കുറച്ചുള്ളൂ. നമുക്ക് ഇന്നത്തോടെ തീർക്കണം. അത്രേ ഉള്ളൂ. കണ്ട, നമുക്ക് ഇന്നത്തോടെ തീർക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഡോക്ടർ വന്നു. ഓക്കെ, നീ പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോവാം കേട്ടോ. ഡോക്ടർ ഹു ടേക്ക് ദ children could not understand and temperate listen to angel heart. അഥവാ ഈ ഡോക്ടർ എന്തായാലും വന്നു. അപ്പോൾ ഈ കൊച്ചിനെ നോക്കാനാണ് വന്നത്. കൊച്ചിനെ നോക്കുമ്പോൾ എന്തായാലും ഡോക്ടർ വന്നുകൊണ്ട് ഈ ഓൾഡ് മാനെ കൂടി പരിശോധിക്കാൻ ഡോക്ടറിനോട് പറഞ്ഞു. ആര് പറഞ്ഞു? പെലയോ. കാരണം അവിടെ കൈൻഡ്നെസ് ഒന്നും ഇല്ല. ശരിക്കും ഈ ഒരു ആള് മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ഇതാണ്. അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചെക്കപ്പ്. അപ്പോൾ ഈ ഡോക്ടർക്ക് അത് കുറച്ച് ക്യൂരിയോസിറ്റിയാണ്. അഥവാ ഡോക്ടർ ഇതേപോലെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡോക്ടർ ആദ്യമേ തന്നെ അത് നമ്മുടെ ടെലസ്കോപ്പൊക്കെ എടുത്ത് ഏഞ്ചലിൻ്റെ ഹാർട്ട് പരിശോധിക്കാൻ തുടങ്ങി. He found so much whistling in the heart and so many sounds in kidneys. അതാണ് അടുത്ത ടെസ്റ്റ്. അഥവാ നമ്മുടെ ഡോക്ടർ ഓൾഡ്മാൻ്റെ നെഞ്ചിൽ വെച്ച് ടെലസ്കോപ്പ് എന്നല്ലേ പറഞ്ഞത്. ആ ഡോക്ടറിൻ്റെ ഈ ഒരു ടെലസ്കോപ്പും കൊണ്ട് എന്ത് ചെയ്തു? ഹാർട്ട് പരിശോധിച്ചു. ടെലസ്കോപ്പ് ഇതാണ്. ഓക്കെ, എന്ത് ചെയ്തു? ഓൾഡ്മാൻ്റെ ഹാർട്ട് പരിശോധിച്ചു. അപ്പോൾ കണ്ടത്
അല്ല കേട്ടത്, കേൾക്കാനായിട്ട് പറ്റുള്ളൂ, കാണാമല്ല. അപ്പോൾ കേട്ടത് സോ മച്ച് വിസിലിംഗ് ഇൻ ദ ഹാർട്ട്, അഥവാ ഹാർട്ട് ബീറ്റിന് പകരം അവിടെ വിസിലിംഗ് സൗണ്ട് ആയിരുന്നു. ഹാർട്ട് ബീറ്റിന് പകരം അവിടെ വിസിലിംഗ് സൗണ്ട് ആയിരുന്നു. ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ കിഡ്നി, കിഡ്നിയിൽ നിന്നും കുറേ അധികം എന്ത് വരുന്നുണ്ട്, സൗണ്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹവർ, അഥവാ കൂടുതലും അവരെ സർപ്രൈസ് ആക്കിയത് വാട്സ് ദ ലോജിക് ഓഫ് ദിസ് വിൻസ്, എന്താണ് ഈ വിൻസിൻ്റെ ലോജിക്? കാരണം they seemed so natural that completely human organism, അഥവാ ഈ ചിറക് ഒരു ഹ്യൂമൻ ഓർഗാനിസം ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്, അഥവാ നാച്ചുറലാണ്. അതൊരു മനുഷ്യൻ്റെ ദേഹത്ത് നാച്ചുറൽ ആയിട്ടൊരു ചിറക്, അഥവാ നമ്മുടെ കൈയുള്ള പോലെ അവർക്കൊരു ചിറക്. കൈ ഒരാൾക്ക് നാച്ചുറൽ ആണല്ലോ, ഒരു മനുഷ്യ ജീവിക്ക്. ഓക്കെ, ഒരു മനുഷ്യന് എന്താണ് കൈയൊരു നാച്ചുറൽ ആയിട്ടുള്ളത്, അതുപോലെ ഒരു ചിറകൊരു നാച്ചുറലാണ്. അപ്പം അതിൻ്റെ ലോജിക്ക് എന്താണ് എന്ന് ആലോചിക്കുകയാണ്. പിന്നെ ഹീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡ് ഹാവ് ഇറ്റ് ദം ടു, അഥവാ വിചാരിക്കുകയാണ് ഇതെന്താ ബാക്കി ആർക്കും ഈ ചിറകില്ലാത്തത്, അഥവാ ഇവർ വിചാരിക്കണം ഇത് നാച്ചുറലാണ്, ഈ മനുഷ്യന് ഇത് നാച്ചുറൽ ആണെങ്കിൽ ബാക്കിയുള്ളവർക്കത് ചിറകില്ലാത്തത്, അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അതവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, why this the doctor surprised by logic of the winds, because the winds took perfectly natural on the old man's body. There are no stranger and or no unnatural, അഥവാ അത് ഒരു സ്ട്രേഞ്ച് ആയിട്ടോ അത് ഒരു മനുഷ്യൻ്റെ കൂടെ വളർന്നാണ് ആണത്. അല്ലാതെ മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് വന്നിങ്ങനെ അടിച്ച് നിന്ന് കയറിയിരിക്കണമല്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ മിന്നലൊക്കെ അടിച്ചിട്ട് വരുന്നതല്ല. ഓക്കെ, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും പൊട്ടി മുളച്ച് വരണമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ടോ അങ്ങനെ ഒന്നുമല്ല. ദിസ് ഈസ് നാച്ചുറൽ, ഇത് ഒരു ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് തോന്നുന്നത്. എന്നാൽ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഓക്കെ, വെൻ ദ ചൈൽഡ് ബിഗിൻ സ്കൂൾ, നമ്മുടെ സുബ്രൂട്ടൻ സ്കൂളിൽ പോകാൻ പ്രായം. എന്ത് പെട്ടെന്നല്ല പിള്ളേരൊക്കെ വളരണേ, കഥയല്ലേടാ മക്കളെ, പെട്ടെന്ന് വളരും. ഈ സീരിയലൊക്കെ കാണാറുണ്ടോ, ഒരു പാട്ട് കഴിയുമ്പോഴേക്കും ഇങ്ങനെ വളർന്നു വലുതാണ്. സിനിമയാണോ? ആ സിനിമയിലാണ്. ഓക്കെ, ഒരുത്ത സിനിമയിലാന്ന് തോന്നിയിട്ടുണ്ട്. ആ സീരിയലിൽ അങ്ങനെ വളരില്ല, ദസ് ഓക്കെ. അപ്പോൾ നമ്മുടെ സുബ്രൂട്ടൻ സ്കൂളിൽ പോകാൻ പ്രായം. The sun and rain had causes the collapse of the chicken coop, അഥവാ മഴയും വെയിലും കാരണം അത് ചിക്കൻ കൂപ്പിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. അതുകൊണ്ട് ചിക്കൻ കൂപ്പ് തകർന്നു, കോഴിക്കൂട് തകർന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ഏഞ്ചൽ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇറങ്ങി നടക്കൂലേ? പുറത്തേക്ക് ഇറങ്ങി നടക്കും. The angel, when dragging him to the boat, and there like a stranger man, അഥവാ ഒരു കണ്ണ് കാണാത്ത ഒരു വൃദ്ധൻ എങ്ങനെയൊക്കെ പോയി ഇങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു, ഇപ്പുറത്തിരിക്കുന്നു. അഥവാ പുള്ളിക്കാരന് കണ്ണ് കണ്ടുകൂടാ. ഈ കണ്ണ് ഒക്കെ കുറേ നാളിങ്ങനെ ഇരുന്നുകൊണ്ട് കണ്ണൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇറങ്ങി വന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടാവും, അത് കാണില്ല, അതിൽ പോയി ഇടിക്കും. അങ്ങനെ പോസ്റ്റിൽ പോയി ഇടിക്കുന്നു, അപ്പുറത്തെ വീടിൻ്റെ മതിലേക്ക് പോയി ഇടിക്കുന്നു, പിന്നെ മരത്തിൽ കൊണ്ടിടിക്കുന്നു, അങ്ങനെ. ഓക്കെ, പിന്നെ ഹി സീംഡ് ടു ബി സോ മെനി പ്ലേസസ് അറ്റ് സെയിം ടൈം. പുള്ളിക്കാരനെ തന്നെ പല പല സ്ഥലത്തായിട്ട് കാണുന്നു. ഒരിടത്ത് ഇരിക്കുന്നു, ഒരിടത്ത് കിടക്കുന്നു, ഒരിടത്ത് നിൽക്കുന്നു. ഓക്കെ, അങ്ങനെ കാണുകയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അഥവാ ആ ഒരു മെൻറ്റാലിറ്റി കൊണ്ടാണ്, ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ആ ഒരു ഇതാണ്. കാരണം ഇത്രയും നാൾ അതിൻ്റെ അകത്ത് കിടന്ന് ഫുഡൊക്കെ കുറച്ചാണ് കഴിക്കാറുള്ളത്. പിന്നെ കണ്ണിൻ്റെ പ്രശ്നം വന്നു, പിന്നെ തല ഇടിച്ചടിച്ച് നടക്കുകയല്ലേ, അതുകൊണ്ടാണ്.
ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ. ഇനി വലിയ ഡൗട്ടാണെങ്കിൽ, ഇതിൻ്റെ അകത്തൊക്കെ ചോദിക്കാൻ പറ്റാത്ത ഡൗട്ടാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഡൗട്ട് സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്തൊന്ന് കയറിയിട്ട് നിങ്ങളെ ഡൗട്ട് എന്താണോ അതിൻ്റെ അകത്ത് ഒന്നിട്ടാൽ മതി. നമ്മുടെ റീബുക്ക് എഡ്യൂക്കേഷൻ്റെ ഇതുണ്ട്, ഞാൻ എന്താണെങ്കിലും ചെയ്തു തരും. ഇപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയുടെ സാധനം ചെയ്തു തരും. ഇപ്പോൾ ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫി, പിന്നെ മാത്സ് ആണെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഇട്ടേക്കും. അപ്പോൾ അതിൻ്റെ മീനിങ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ മീനിങ്സ് തന്നെ നിങ്ങളുടെ PDF കിട്ടുമ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി അടുത്തതൊരു 4 സംഭവം കൂടിച്ചേർന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ 4 എണ്ണവും വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹി ക്ലൗഡ് ഈസ് ക്ലിയർലി ഹിറ്റ്, അഥവാ കുറച്ചാണ് തിന്നുന്നത്. ഹിസ് ഹൈസ് ഹാഡ് ടു ബിക്കം ഫോഗി ആൻഡ് ദ ട്രം ഇൻ പോസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ ഈ കണ്ണൊക്കെ കുറച്ചുകൂടി കുറച്ചുകൂടി വെളുത്തിട്ട് ഇങ്ങനെ മൂടിപ്പോകുന്ന പോലെ കിടക്കുകയാണ്. കണ്ണ് കാഴ്ച കുറഞ്ഞു. എന്നിട്ട് ടംബ്ഡ് ഇൻ ടു ദ പോസ്റ്റ്, അഥവാ അവിടെ ഇരിക്കുന്ന പോസ്റ്റിൽ എന്ത് ചെയ്യാണ്, പോയി ഇടിച്ച് വീഴുകയാണ്. പെലെയോ ത്രോ എ ബ്ലാങ്കറ്റ് ഓവർ ദം ആൻഡ് ലെറ്റ് ടു സ്ലീപ്പ് ഇൻ ദ ഷെഡ്, അഥവാ പെലെയോ അവിടെ ഒരു ബ്ലാങ്കറ്റ് എറിഞ്ഞു കൊടുത്തിട്ട് ആ ഒരു ഷെഡിൽ, അഥവാ ഷീപ്പിൻ്റെ ഷെഡിൽ, അഥവാ ഈ ആട്ടിൻ്റെ ഷെഡ് ഉണ്ടല്ലോ, ആടും കൂട്, ഓക്കെ, ആട്ടിൻ്റെ കൂട്, ഓക്കെ, അവിടെ കൊണ്ടുപോയി കിടത്തുകയാണ്. ഓക്കെ, ഇവിടെ കൈറ്റ്നസ് അല്ല ശരിക്കും. നിങ്ങൾ വിചാരിക്കും, ഓ പെലെയോ ഇത്ര കൈറ്റ്നസ് ആയിട്ട് ചെയ്തു. ശരിക്കും കൈറ്റ്നസ് അല്ല, ഈ ആൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തൂങ്ങും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, only then did they notice that he had the temperature at night, അഥവാ നല്ല ടെമ്പറേച്ചർ, അഥവാ നല്ല പനി ഉണ്ടായിരുന്നു ആ ഒരു നൈറ്റിൽ പുള്ളിക്കാരന്. They became alarmed for they thought going to die, അഥവാ അവരെല്ലാവരും വിചാരിച്ചു ഈ പുള്ളിക്കാരൻ മരിക്കും. അഥവാ അത്രയും നല്ല ടെമ്പറേച്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വിചാരിക്കുകയാണ്, ഓ ഇന്നത്തോടെ അയാൾ മരിക്കും എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ലെറ്റ് നോട്ട് ഓൺലി സർവൈവ് ദിസ് പോസ്റ്റ് വിൻ്റർ, അഥവാ നല്ലൊരു വിൻ്റർ സമയം ആയതുകൊണ്ട് തന്നെ എന്തായാലും സർവൈവ് ചാൻസ് ഇല്ലാന്ന് പെലെയൊക്കെ ആണ്. ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേ, അഥവാ നമ്മുടെ ഓൾഡ് മാൻ ഫസ്റ്റ് സണ്ണി ഡേ തന്നെ ഇമ്പ്രൂവ് ആയി. എല്ലാവരും വിചാരിച്ചു മരിക്കുമെന്ന്. പക്ഷേ ഫസ്റ്റ് സണ്ണി ഡേ, ഫസ്റ്റ് സൂര്യോദയത്തിൽ, അഥവാ ഈ വിൻ്റർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്പ്രിംഗ് സീസണാണ്. ഓക്കെ, സണ്ണി ഡേ നമ്മുടെ ഓൾഡ് മാൻ എണ്ണീക്കുക. എന്നിട്ട് he remained motionless for several days in the further corner of the courtyard, അഥവാ ഇവർ കുറച്ചുകൂടി സെർവൽ ഡേയ്സ് കുറച്ചേരം ഇരുന്നു. ഈ സൂര്യപ്രകാശവും അല്ലാതെ ആ ഒരു കോർട്ട്യാർഡ്, അതിൻ്റെ മുറ്റത്തിൻ്റെ മുമ്പിൽ അവിടെ ഇരിക്കുകയാണ്. അറ്റ് ദ ബിഗിനിങ് ഓഫ് സെപ്റ്റംബർ സം ലാർജ്, അഥവാ ആ ഒരു സെപ്റ്റംബർ കുറച്ചുകൂടി ലാർജ് ആയിരുന്നു ബിഗിനിങ്. ടിഫ് ഫെദേഴ്സ് ബീങ് ഗ്രോ, അഥവാ നല്ല തൂവലുകൾ വരാൻ തുടങ്ങി. ആരുടെ ഓൺ ഹിസ് വിങ്സ്, അവരുടെ വിങ്സിൽ, അഥവാ ഓൾഡ് മാൻ്റെ വിങ്സിൽ പുതിയ തൂവലുകൾ വരാൻ തുടങ്ങി. ദേ ലുക്ക്ഡ് ലൈക്ക് എ ഫെദേഴ്സ് ഓഫ് സ്കാരിയോ. ഫെദേഴ്സ് ഓഫ് സ്കാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കാരിയോനെ പോലെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ കാണാൻ. സ്കാരിയോ മീൻസ് ഫിഗർ കെപ്റ്റ് ഫീൽഡ് ടു സ്കെയർ ബേഡ്സ്. ഇതാണ് കേട്ടോ, ഈ പക്ഷികളെയൊക്കെ പാടത്തിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി നമ്മുടെ കൃഷിക്കാരൊക്കെ വെക്കുന്ന ഒരു സാധനമാണ്. ഇതേപോലെ കണ്ടോ, മൺചട്ടിയിലേക്ക്, ഇവിടെയൊക്കെ മൺചട്ടിയാണോ വെക്കണേ. നമ്മൾ ഇങ്ങനെ പാലക്കാട് ആ ഭാഗത്തേക്കൊക്കെ പോയിക്കുമ്പോൾ ഈ മൺചട്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കോലം വെച്ചേക്കണതാണ്. മലയാളത്തിൽ ഇതിനെ കോലം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കുറച്ചുകൂടി വലിയ പാരഗ്രാഫാണ്, പെട്ടെന്ന് തീർക്കാം. ഓക്കെ,
One morning, Elisenda was cutting some brand of onions lunch when a wind blew into the kitchen. അഥവാ ഒരു ദിവസം രാവിലെ നമ്മുടെ എലിസന്റെ പച്ചക്കറി അറിയാണ് ഉച്ചത്തേക്കുള്ളത്. ഓക്കെ, ഉച്ചത്തേക്കുള്ള അപ്പോഴാണ് പെട്ടെന്നൊരു കാറ്റടിച്ചു, ഇളം കാറ്റടിച്ചു. ഓക്കെ, ഇളം കാറ്റടിച്ചപ്പോൾ കിച്ചണിലേക്ക് അടിച്ചു. ഓക്കെ, when she went to the window and found the angel in his first attempt the flight. അഥവാ വിൻഡോയിൽ കൂടെ പുറത്തു നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ഏഞ്ചലിനെ ആയിരുന്നു. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫ്ലൈറ്റ് മീൻസ് ഫ്ലൈ എന്നാണ് അർത്ഥം. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പറന്നു. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈ എന്നാണ് അർത്ഥം. ഓക്കെ, ഫ്ലൈ ഓക്കെ, ഫ്ലൈ എന്നാണ് അർത്ഥം. അത്ര ചെറുതായി പോയതോ, നമ്മളെ വലിയ പാരഗ്രാഫ് എടുത്തോണ്ടേ, അതുകൊണ്ട് തന്നെ ഓക്കെ തീർക്കാം പെട്ടെന്ന് തീർക്കാം. അപ്പോൾ ദീസ് വെയർ സോ സംലി ആൻഡ് വി വാസ് ദ ഓൺ ദ പോയിന്റ് നോക്ക്ഡ് ഷട്ട് ഡൗൺ. ഹി കുഡ് നോട്ട് ഗെറ്റ് ദ ഗ്രിപ്പ് ഓൺ എയർ. കുറേ നാളായി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഗ്രിപ്പൊന്നും കിട്ടുന്നില്ല. പുള്ളിക്കാരൻ വീഴാനൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ട്. ബട്ട് ഹി വാസ് മാനേജ് ടു ദ ആറ്റിറ്റ്യൂഡ്. അഥവാ പുള്ളിക്കാരൻ അത് ആ ഒരു ഇത് മാനേജ് ചെയ്തു. എലിസണ്ട ഗെറ്റ് ഔട്ട് ദ ഓഫ് ഇൻ റിലീഫ് ആൻഡ് ദ ഹെർസെൽഫ് ഫോർ ഹിം. ഷീ വാച്ച്ഡ് ദ പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസ്. അഥവാ എലിസണ്ട ഒരു സമാധാനത്തോടെ ഒരു റിലീഫൊക്കെ കിട്ടി. ഇനി അയാളെ കാണില്ലല്ലോ, അയാളിനി ഇളകും വരില്ലല്ലോ, ഇനി പുള്ളിക്കാരനെ കാണണ്ട, ഒരു സമാധാനമുണ്ട്. അഥവാ ഇനി വയസ്സാവും എന്ന് പറഞ്ഞാൽ ഇനി അവർ കടന്ന് ഇവിടെ മരിക്കേണ്ട വരില്ല എന്നുള്ളത് എലിസണ്ടയ്ക്ക് അറിയാം. അതുകൊണ്ട് എലിസണ്ട പറഞ്ഞു. അത് വന്നിട്ട് എലിസണ്ട ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ആ ഒരു ആകാശത്തെ, അഥവാ ലാസ്റ്റ് ഹൗസ് വരെ പോകുന്നു. അഥവാ ഇങ്ങനെ പോയി ഒരു സ്ഥലം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അയാളെ, അതുവരെ കണ്ടോണ്ടിരിക്കുക. ഹി ഹോൾഡ് ഹിം ദ സെയിം വേ ദ റിസ്കി ഓഫ് ദ ഫോർച്യൂൺ. അഥവാ ഒരു ചാരത്തിൽ എറിഞ്ഞിട്ട് വരുന്ന ഫിലിക്സ് പക്ഷി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ഫിലിക് പക്ഷീനെ പോലെ അവർ പറന്നു ഉയരുകയാണ്. ഓക്കെ, മീനിങ്സ് ഇവിടെ ഉണ്ട്, അതൊന്ന് നോക്കി വെച്ചിരിക്കാം. നമ്മുടെ ലാസ്റ്റിലേക്ക് വരാണ്. ലാസ്റ്റ് നമ്മൾ തീരാൻ പോവാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് ദ എലിസണ്ട വെറ്റോ സൈൻ ഓഫ് റിലീസ് ആവുക? എന്തുകൊണ്ടാണ് റിലീഫായത്? ബിക്കോസ് ദ ഏഞ്ചൽ ഫൈനലി ഫ്ലൈ പറന്നുപോയി. എവേ ദ ഷീ ഫീൽസ് ഫ്രീ ബിക്കോസ് ദ ബേർഡൻ ഓഫ് ദ ലൈഫ്. അഥവാ ഇനി പുള്ളിക്കാണ്ട് ആ ലൈഫ് നരകിച്ചുള്ള ലൈഫ് ഇനി കാണേണ്ടി വരില്ല എന്നുള്ള സങ്കടം തീർന്നു. ഓക്കെ, അതെ കണ്ട ആകാശത്തിൻ്റെ അങ്ങേറ്റത്തൊരു പൊട്ട് കണ്ടോ? ഓക്കെ, അതാണ് നമ്മുടെ ഓൾഡ് മാൻ. അത് അങ്ങ് പോയി. ഓക്കെ, കാണാൻ പറ്റാത്ത ദൂരം വരെ പുള്ളിക്കാരൻ കാണുന്നു. ഷി കെപ്റ്റ് വാച്ചിങ് വെൻ ദ ഷീ ത്രൂ ദ കട്ടിങ് ഓണിയൻസ്. അതിനുശേഷം നോക്കി കഴിഞ്ഞ ശേഷം പുള്ളിക്കാരത്തി പിന്നെ എന്ത് ചെയ്യാണ്? ഉള്ളികൾ അരിയാണ്. കെപ്റ്റിംഗ് വാച്ച് ആൻഡ് അഥവാ നോക്കിക്കൊണ്ടാണ് അരിയുന്നത്. ലോങ്ങർ പോസിബിൾ ഓഫ് സീ. അഥവാ അങ്ങ് ദൂരെ കാണുന്നത് അത്രയും വരെ ഒരു പൊട്ടായിട്ട് പോലും പുള്ളിക്കാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി നോ ലോങ്ങർ ഹാനോസ് എർ ലൈഫ് ബട്ട് ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. ഈ ഹൊറൈസൺ ഓഫ് ദ സീ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കടലിലൊക്കെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നേരെ പോയിട്ട് ഇങ്ങനെ കുരു പോലെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇങ്ങനെ നേരെ പോവും. എന്നിട്ട് ഇങ്ങനെ ആയിട്ടൊരു ഇതാണ്. നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ, അതിനെ പറയുന്നതാണ് ഹൊറൈസൺ ഓഫ് ദ സീ. അഥവാ നമ്മളെ കണ്ണിൽ കാഴ്ച, അഥവാ അവിടെ ശരിക്കും അങ്ങനെയല്ല എന്ന് നമുക്കറിയാം, ഇങ്ങനെയല്ല ഇത് ഇങ്ങനെയാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളെന്താ വിചാരിക്കണം, നമ്മുടെ കണ്ണിൻ്റെ ദൂരം അത്രയും വരെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ താഴത്തേക്കാണ് നമ്മൾ വിചാരിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഹൊറൈസൺ ഓഫ് ദ സീ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇവിടെയാണ് നമ്മുടെ കഥ തീരുന്നത്. ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈ മനുഷ്യന്മാരുടെ ക്രൂരത കാരണം നരികപ്പെടുന്ന കുറേ വൃദ്ധന്മാരുണ്ട്. ഓക്കെ, അഥവാ ഇത് നമ്മുടെ ഇതില്ലേ
അനാഥാലയം. ഓക്കെ, അതാണ് ഈ മക്കൾക്കൊക്കെ ഒരു ഇത് കഴിയുമ്പോൾ എന്താണ് അവരുടെ പാരൻസിനെ നോക്കാൻ കഴിയില്ല. അവരുടെ പാരൻസ് ഒരു ബുദ്ധിമുട്ടായിട്ട്, അഥവാ അവരെ ഒരു ബുദ്ധിമുട്ടല്ലാതെ ഒരു നിലയിൽ എത്തിച്ചു കഴിയുമ്പോൾ അവർക്ക് ഇവരൊരു വിലയില്ല. അപ്പോൾ ഇവരൊരു ഭാരമായിട്ട് തോന്നി അവരെ വൃദ്ധാലയത്തിലേക്ക് തള്ളും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതേപോലത്തെ ഒരു ഷോർട്ട് സ്റ്റോറി നമ്മുടെ ഗാർസിയ സാർ ഇറക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, കഥ നന്നായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിച്ചേക്കാണ്. സെക്കൻഡ് ചാപ്റ്റർ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ്. ഇൻ ദ ആർട്ടിക് അഥവാ തട്ടിൻപുറം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. അത് നമുക്ക് പയ്യെ എടുക്കാം. പിന്നെ അടുത്ത പാർട്ട് 5 നമ്മൾ കുറച്ച് ഡിസ്കോസസൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അഥവാ പൊളിയായിട്ട് സെറ്റായിട്ട് നമ്മൾ ഡയറി ലെറ്ററൊക്കെ പഠിക്കും. അപ്പോൾ സെറ്റാക്കണം, പൊളിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ. പിന്നെ ഒരു കാര്യം കൂടി പറയണം, നിങ്ങൾ ഇതുവരെ നമ്മുടെ ഗോൾഡൻ ബാച്ച് കയറിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കയറുക. എത്ര കയറിയാലും തീരാത്തൊരു ബാച്ചായിട്ട് നമ്മുടെ SSLC ഗോൾഡൻ ബാച്ച് നിൽക്കുകയാണ്. ഓക്കെ, 9ാം ക്ലാസ്സുകാർക്കുള്ള നമ്മുടെ സിൽവർ ബാച്ച് ഉണ്ട്. 9ാം ക്ലാസ്സുകാർക്ക് നമ്മുടെ ഡയമണ്ട് ബാച്ചും ഉണ്ട്. 8ാം ക്ലാസ്സുകാർക്ക് നമ്മുടെ സിൽവർ ബാച്ചും ഉണ്ട്. 9ാം ക്ലാസ്സിൻ്റെ ക്ലാസ് നമ്മൾ ഇനി അടുത്ത ദിവസം തുടങ്ങുന്നതായിരിക്കും. 9ാം ക്ലാസ്സുകാർ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ 8ാം ക്ലാസ്സുകാർക്കാണെങ്കിലും നമ്മൾ അടുത്ത ദിവസം തന്നെ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, എന്നിപ്പോൾ തുടങ്ങിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വലിയ വരുന്നതായിരിക്കും. അപ്പോൾ see you soon. Thank you. This is Rebook Education signing out.